ഹലോ മക്കളെ, നമ്മുടെ പ്ലസ് വണ്ണിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ഫ്ലോ ചാർട്ട്സ് ഉണ്ട് അല്ലെ. സോ അത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതുമുണ്ട്, ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ളതും വരാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറെ ഫ്ലോ ചാർട്ട്സുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സോ നമുക്ക് തുടങ്ങാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ട്സ്. സോ ആദ്യം നമ്മുടെ ബയോമോളിക്യൂൾ എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള സാധനമാണ് കോഫാക്ടേഴ്സ് അല്ലെ. നോൺ പ്രോട്ടീൻ പോർഷൻ ഓഫ് എൻസൈമിനെയാണ് നമ്മൾ കോഫാക്ടർ എന്ന് വിളിക്കുന്നത്. സോ എൻസൈമിന്റെ കോഫാക്ടേഴ്സും അതുപോലെ അപ്പോ എൻസൈമിന്റെയും ക്ലാസിഫിക്കേഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എൻസൈമിന്റെ പ്രോട്ടീൻ പോർഷനെയാണ് നമ്മൾ അപ്പോ എൻസൈം എന്നും നോൺ പ്രോട്ടീൻ പോർഷനെയാണ് നമ്മൾ കോഫാക്ടർ എന്ന് വിളിക്കുന്നത്. ഈ കോഫാക്ടേഴ്സ് 3 ടൈപ്പ് ആണ്. ഒന്ന് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, അടുത്തത് കോ എൻസൈംസ് ആൻഡ് മെറ്റൽ അയോൺസ്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ അവർ ഓർഗാനിക് ഗ്രൂപ്പ് തന്നെയാണ്, ടൈറ്റ്ലി ബൗണ്ടഡ് ആയിരിക്കും. ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് ടൈറ്റ്ലി ബൗണ്ടഡ് ആയിരിക്കും. ഇതിന്റെ എക്സാമ്പിൾ ആണ് ഹീം. അതുപോലെ തന്നെ അത് ഹീം പ്രോസ്തെറ്റിക് ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്യുന്നത് പെറോക്സിഡൈസ് എൻസൈംസിലും ആക്ട് ചെയ്യുന്നുണ്ട്, കാറ്റലൈസ് എൻസൈംസിലും ഇത് പ്രോസ്തെറ്റിക് ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, ഓർഗാനിക് ആയിരിക്കും, ടൈറ്റ്ലി ബൗണ്ടഡ് ആയിരിക്കും. അടുത്ത കോ എൻസൈംസ്, എവരും ഓർഗാനിക് ആണ് പക്ഷെ ലൂസ്ലി ബൗണ്ടഡ് ആണ്. ആവശ്യമുള്ളപ്പോൾ വരുന്നു, സഹായിക്കുന്നു, പോകുന്നു. എക്സാമ്പിൾ NADP. ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ട്. നിയാസിൻ പോലെയുള്ള വൈറ്റമിൻസ് ഒക്കെ കോ എൻസൈംസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് മെറ്റൽ അയോൺസ് ആണ്. മെറ്റലുകൾ ഇനോർഗാനിക് ആയിരിക്കുമല്ലോ ഉറപ്പായിട്ടും, മെറ്റൽ അയോൺ എന്നല്ലേ പേര്. സോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കാർബോക്സി പെപ്റ്റിഡൈസ് എൻസൈംസിൽ സിങ്ക് 2+ ആണ് ഇവിടെ കോഫാക്ടർ അല്ലെങ്കിൽ മെറ്റൽ അയോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ എൻസൈമിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, കോഫാക്ടർ ബേസ്ഡ് ആയിട്ടുള്ളത്. അടിപൊളിയായിട്ട് ഇത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. മറ്റൊരു ഇമ്പോർട്ടന്റ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ആണ്. നമ്മുടെ പ്രധാനപ്പെട്ട ഗ്യാസുകളാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. സോ ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൽ, ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൽ 97% ട്രാൻസ്പോർട്ടും ഹീമോഗ്ലോബിൻ എന്ന ആളാണ് അല്ലെ. ഹീമോഗ്ലോബിൻ ആണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഹീമോഗ്ലോബിനും ഓക്സിജനും ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ എന്ന ഫോമിലാണ് 97% ഓക്സിജനെയും നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ റിമൈനിങ് ഒരു 3% ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഡിസോൾഡ് ഫോം ഇൻ പ്ലാസ്മ, പ്ലാസ്മയിൽ അലിയിച്ചായിരിക്കും നമ്മൾ അതിനെ കൊണ്ടുപോകുന്നത്. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ടിലേക്ക് വരുമ്പോൾ 70% കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ബൈകാർബണേറ്റ് അയോൺ എന്ന ഫോമിലാണ്. HCO3- അയോൺ, ബൈകാർബണേറ്റ് അയോൺ എന്ന ഫോമിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഒരു 20 to 25% നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഹീമോഗ്ലോബിനുമായിട്ട് ചേർത്ത് അമിനോ ഹീമോഗ്ലോബിൻ എന്ന ഫോമിലായിരിക്കും. ഇനി ബാക്കി ഒരു 7% ഡിസോൾഡ് ഫോം ഇൻ പ്ലാസ്മ, പ്ലാസ്മയിൽ അലിയിച്ചായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. ഇങ്ങനെ 3 രീതിയിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഇമ്പോർട്ടന്റ് മറ്റൊരു ഫ്ലോ ചാർട്ടാണ് ബ്ലഡ് ക്ലോട്ടിങ്ങുമായി ബന്ധപ്പെട്ടത്. നമുക്കറിയാം പ്രോത്രോംബിൻ എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ആണ്. അതിനെ ത്രോംബോകൈനേസ് എന്ന് പറയുന്ന എൻസൈം നമുക്ക് എന്താക്കി മാറ്റും? ത്രോംബിനാക്കി മാറ്റും. അപ്പൊ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്ന ത്രോംബോകൈനേസ് എൻസൈം ആണ്. ത്രോംബോകൈനേസ് എൻസൈം ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് കാസ്കേഡ് പ്രോസസ്. അപ്പൊ കാസ്കേഡ് പ്രോസസ്സിലൂടെ ഉണ്ടാകുന്ന ത്രോംബോകൈനേസ് എൻസൈം പ്രോത്രോംബിനെ എന്താക്കി മാറ്റുന്നു? ത്രോംബിനാക്കി മാറ്റുന്നു. ഇനി അടുത്ത് ഈ ത്രോംബിൻ എന്താ ചെയ്യുന്നത്? ത്രോംബിൻ ഫൈബ്രിനോജൻ എന്ന് പറയുന്ന ഇനാക്റ്റീവ് ആയിട്ടുള്ള സൈമോജൻ എൻസൈമിനെ ആക്റ്റീവ് ആയിട്ടുള്ള ഫൈബ്രിൻ ആക്കി മാറ്റുന്നു. ഈ ഫൈബ്രിൻ ആണ് ബ്ലഡ് ക്ലോട്ടിംഗ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. സോ ഈ ഒരു ഫ്ലോ ചാർട്ടും നിങ്ങൾ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്കുക. അടുത്ത് നമുക്കറിയാം ഇലക്ട്രിക്കൽ ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടത്തുന്ന ആ ഒരു ഫ്ലോ ചാർട്ട്. SA നോഡിൽ നിന്നാണ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ പേസ് മേക്കർ ഓഫ് ദി ഹാർട്ട് എന്ന് വിളിക്കുന്നത്. അവിടെ നിന്നും ഇമ്പൾസ് AV നോഡിലേക്ക്, AV നോഡിൽ നിന്നും AV ബണ്ടിലേക്ക്, AV ബണ്ടിൽ നിന്നും ബണ്ടിൽ ഓഫ് ഹിസിലേക്ക്, അവിടെ നിന്നും പർക്കിൻജെ ഫൈബേഴ്സിലേക്ക്. ഇങ്ങനെയാണ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഫ്ലോ കറക്റ്റ് ഓർഡർ തന്നെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ദെൻ അനിമൽ കിങ്ഡത്തിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ക്ലാസിഫിക്കേഷൻ ആണ്. ആദ്യം അനിമൽ കിങ്ഡത്തിനെ നമ്മൾ സെല്ലുലാർ ലെവൽ എന്നും ടിഷ്യൂ ഓർഗൻ സിസ്റ്റം ലെവൽ എന്നും ക്ലാസിഫൈ ചെയ്യും. സെല്ലുലാർ ലെവലില് അസിമെട്രി കാണിക്കുന്ന ഒരൊറ്റ എസിലോമേറ്റ് ആയിട്ടുള്ള ഒരൊറ്റ ജീവിയേ ഉള്ളൂ, അത് പൊരിഫെറയാണ്. സോ പൊരിഫെറയാണ് ആ ഒരു ഫൈലം എന്ന് പറയുന്നത്. ദെൻ ടിഷ്യൂ ലെവലില് റേഡിയൽ സിമെട്രി കാണിക്കുന്ന എസിലോമേറ്റ് ആയിട്ടുള്ള 2 ഫൈലംസേ ഉള്ളൂ. ഒന്ന് സീലൻട്രേറ്റ, അടുത്തത് ടീനോഫോറ. ബയലേറ്ററൽ സിമെട്രി ആണ് ബാക്കിയുള്ളവര്. ബയലേറ്ററൽ സിമെട്രി എസിലോമേറ്റ് എന്ന് പറയുന്ന പ്ലാറ്റി ഹെൽമിന്തസ് ആണ്. ബയലേറ്ററൽ സിമെട്രി സ്യൂഡോ സീലോമേറ്റ് അഷെൽമിന്തസ് ആണ്. ബയലേറ്ററൽ സിമെട്രി സീലോമേറ്റ് എന്ന് പറയുന്ന ബാക്കിയുള്ളവരാണ്, അതായത് അനലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കിനോഡെർമേറ്റ, ഹെമികോഡേറ്റ് ആൻഡ് കോഡേറ്റ. ഇതാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ. അതായത് അതിനകത്ത് സിമെട്രി അതുപോലെ തന്നെ സീലോമേറ്റ് ആണോ എസിലോമേറ്റ് ആണോ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഈ ഒരു ഫ്ലോ ചാർട്ട്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്.
മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം വെർട്ടിബ്രേറ്റയുടെ ക്ലാസിഫിക്കേഷൻ. സോ വെർട്ടിബ്രേറ്റ ഇസ് ക്ലാസിഫൈഡ് ആസ് ടു, ദാറ്റ് ഈസ് ടു ഡിവിഷൻസ്, അഗ്നാത്ത ആൻഡ് നാത്തോസ്റ്റൊമേറ്റ. ജോ ഉള്ളവര് നാത്തോസ്റ്റൊമേറ്റ, ജോ ഇല്ലാത്തവര് അഗ്നാത്ത. ഈ അഗ്നാത്തയ്ക്കകത്ത് ഒരൊറ്റ ക്ലാസ്സേ വരുന്നുള്ളൂ, സൈക്ലോസ്റ്റൊമേറ്റ അല്ലെ, സർക്കുലാർ മൗത്തും സ്കെയിൽസ് ഒന്നും ഇല്ലാത്ത ബോഡി ഉള്ളവരും. അതിനകത്ത് എക്സാമ്പിൾസ് ആണ് പെട്രോമൈസിനും മിക്സീനും ഒക്കെ. സോ അതാണ് സൈക്ലോസ്റ്റൊമേറ്റ. അത് കഴിഞ്ഞ് നാത്തോസ്റ്റൊമേറ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 സൂപ്പർ ക്ലാസ്സുകളാണ് അതിനകത്ത് വരുന്നത്, പിസസും ടെട്രാപോഡയും. പിസസ് എന്ന് പറഞ്ഞാൽ ആരാ? ഫിഷസ് അല്ലെ, മീനുകളാണ്. 2 ടൈപ്പ് മീനുകളാണുള്ളത്, കോൺട്രിക്ടൈസും അതുപോലെ തന്നെ ഓസ്റ്റിക്ടൈസും. അപ്പോൾ ഇതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഫിഷസിന്റെ 2 തരം ക്ലാസ്സസ്, നമ്മുടെ കാർട്ടിലേജിനസ് ഫിഷസും ബോണി ഫിഷസും, കോൺട്രിക്ടൈസും ഓസ്റ്റിക്ടൈസും. ഇത് ടെട്രാപോഡയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് 4 ക്ലാസ്സസ് ആണ് വരുന്നത്, ആംഫിബിയ, റെപ്റ്റീലിയ, ഏവ്സ് ആൻഡ് മാമൽസ്. സോ ഈ ഒരു ക്ലാസിഫിക്കേഷൻ, വെർട്ടിബ്രേറ്റ ക്ലാസിഫിക്കേഷൻ ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. നന്നായിട്ട് തന്നെ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം കേട്ടോ. അടുത്തത് മനുഷ്യന്റെ ന്യൂറൽ സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. നമ്മുടെ ന്യൂറൽ സിസ്റ്റം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 2ആയിട്ടാണ്, CNS സെൻട്രൽ ന്യൂറൽ സിസ്റ്റം എന്നും പെരിഫറൽ ന്യൂറൽ സിസ്റ്റം PNS എന്നും. സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിലാണ് ബ്രെയിനും സ്പൈനൽ കോഡും ഒക്കെ വരുന്നത്, ബ്രെയിനും സ്പൈനൽ കോഡും വരുന്നത്. ദെൻ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റവും സൊമാറ്റിക് നെർവസ് സിസ്റ്റവും. ഇൻ വിച്ച് ഓട്ടോണോമസിനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സൊമാറ്റിക്, സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും. ഓക്കെ, സോ ഇത് രണ്ടുമാണ് അതിനകത്ത് വരുന്നത്. സോ ഈ ഒരു ക്ലാസിഫിക്കേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഏതായിരിക്കും? ബ്രെയിൻ അല്ലെ, ബ്രെയിനിന്റെ ക്ലാസിഫിക്കേഷൻ. ഒരുപാട് പ്രാവശ്യം ഈ ഒരു ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ളത് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ, ഇങ്ങനെയാണ് ബ്രെയിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ഫോർ ബ്രെയിനകത്ത് വരുന്നത് സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്. മിഡ് ബ്രെയിനകത്ത് വരുന്നത് കോർപ്പോറ ക്വാഡ്രിജമിന, ദെൻ അത് കഴിഞ്ഞാൽ വരുന്നത് നമ്മുടെ ഹൈൻഡ് ബ്രെയിൻ ആണ്. ഹൈൻഡ് ബ്രെയിനകത്ത് വരുന്നത് 3 ഭാഗങ്ങൾ, സെറിബെല്ലം, പോൺസ് ആൻഡ് മെഡുല. സോ ഇതാണ് ബ്രെയിനിന്റെ ക്ലാസിഫിക്കേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണിത്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ലോക്കോമോഷനകത്ത് നമ്മുടെ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി പ്രകാരമുള്ള എങ്ങനെയാണ് മസിൽ കോൺട്രാക്ഷൻ നടക്കുന്നത് എന്നതിന്റെ ഫ്ലോ ചാർട്ടാണ്. ആദ്യം ഒരു ന്യൂറൽ സിഗ്നൽ എവിടെ വരുന്നു? മോട്ടോർ എൻഡ് പ്ലേറ്റിൽ വരികയും അത് വന്നതിന് ശേഷം അത് അവിടെ നിന്നും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അസറ്റൈൽ കൊളൈൻ പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. അത് റിലീസ് ചെയ്തതിന്റെ ഫലമായിട്ട് നമ്മുടെ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നും കാൽഷ്യം അയോൺസ് റിലീസ് ചെയ്തു. ദാറ്റ് ഈസ് എ സെക്കൻഡ് സ്റ്റെപ്പ്. ഈ കാൽഷ്യം അയോൺസ് നേരെ പോയി നമ്മുടെ ട്രോപ്പോണിനിൽ ബൈൻഡ് ചെയ്യുന്നു. എന്നിട്ട് ട്രോപ്പോണിനെ വാ മോനെ പോവാന്ന് പറഞ്ഞിട്ട് ട്രോപ്പോണിൻസിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടുത്തെ ആക്റ്റീവ് സൈറ്റുകൾ അൺമാസ്ക് ചെയ്യപ്പെടുന്നു. ആ അൺമാസ്ക് ചെയ്യപ്പെട്ട ആക്റ്റീവ് സൈറ്റുകളിലേക്ക് മയോസിൻ ATP എനർജി ഉപയോഗിച്ച് അതിലേക്ക് ബൈൻഡ് ചെയ്യുകയും ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണ് മസിൽ കോൺട്രാക്ഷൻ നടക്കുന്നത്. സോ മസിൽ കോൺട്രാക്ഷൻ നടക്കുന്ന ഈ സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ കട്ടായിട്ട് പഠിച്ചു വെച്ചിരിക്കുക, ഓർഡർ തെറ്റാതെ, കാരണം ഓർഡർ ആക്കാനായിരിക്കും മിക്കവാറും എക്സാമിന് വരിക. ഓക്കെ, സോ ക്ലിയർ ആയിട്ട് ഈ ഒരു ഫ്ലോ ചാർട്ട് പഠിക്കുക. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഡർ അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് ആണ് നമ്മുടെ ടാക്സോണമിക്കൽ ഹയറാർക്കിയിൽ വരുന്നത്. നമുക്കറിയാം ഏറ്റവും വലിയ ടാക്സോൺ ആണ് കിങ്ഡം, ഏറ്റവും ചെറുത് സ്പീഷീസ് ആണ്. അപ്പോൾ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്ന് പറയുന്ന ആ ഓർഡർ തിരിച്ച് അസെൻഡിങ് ഓർഡർ എപ്പോഴും ചോദിക്കുള്ളൂ. അപ്പൊ തിരിച്ച് തന്നെയായിരിക്കും ആരോ മാർക്ക് സ്പീഷീസ്, ചെറുതിൽ നിന്ന് വലുതിലേക്ക് അസെൻഡിങ് ഓർഡറിലാണ് ആരോ മാർക്ക് കൊടുക്കേണ്ടത്. സോ സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ ആൻഡ് കിങ്ഡം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ഫ്ലോ ചാർട്ട്, ചെറുതിൽ നിന്ന് വലുതിലേക്കുള്ള ഫ്ലോ ചാർട്ട്. അപ്പൊ അതും ക്ലിയർ കട്ടായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഫ്ലോ ചാർട്ട് ആണ് ഹ്യൂമൻ സ്കെലറ്റൽ സിസ്റ്റം. നമുക്കറിയാം 206 എല്ലുകളാണ് നമുക്കുള്ളത് അല്ലെ. സോ അതിനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യും, ആക്സിൽ സ്കെലറ്റൻ എന്നും അതുപോലെ തന്നെ അപ്പൻഡിക്കുലർ സ്കെലറ്റൻ എന്നും. ആക്സിൽ സ്കെലറ്റനിൽ വെറും 80 എല്ലുകളാണ് വരുന്നത്. അതിനകത്ത് സ്കള്ളിലാണ് 23 എല്ലുകൾ വരുന്നത്, വിച്ച് ഇൻക്ലൂഡ്സ് ക്രാനിയലിൽ 8 ബോൺസ്, ഫേഷ്യലിൽ 14 ബോൺസ്, പിന്നെ ഇവിടെ ഒരു ഹയോയിഡ് ബോൺ ഉണ്ട് 1 പിന്നെ ചെവിക്കകത്ത് ഇയർ ഒസിക്കിൾസ് 6 ഉണ്ട്. നമ്മുടെ നട്ടല് വെർട്ടിബൽ കോളത്തിൽ 26 ഉണ്ട്. നടുക്കുള്ള സ്റ്റേണത്തിൽ 1 എല്ല്, പിന്നെ റിബ്സിൽ 12 24 എല്ലുകൾ. ഇങ്ങനെയാണ് ആക്സിലിനകത്തുള്ള 80 എല്ലുകൾ വരുന്നത്. അടുത്തത് അപ്പൻഡിക്കുലർ സ്കെലറ്റൻ. അപ്പൻഡിക്കുലർ സ്കെലറ്റനിൽ 126 എല്ലുകളാണ് ഉള്ളത്. കയ്യിൽ 4 ലിംസിൽ 30, ഈ എല്ലും കൂടി ആകുമ്പോൾ 30, 60. കാലിൽ 30, 2 കാലിലും കൂടി 60, ഹൈൻഡ് ലിംസിൽ 60. പെക്ടോറൽ ഗ്രിഡിൽ ഇവിടെ 2, ഇവിടെ 2, അപ്പോൾ തോളിലെല്ലാം കൂടി മൊത്തം നമുക്ക് 2, 2, 4.
പെൽവിക് ഗിർഡിൽ ഇടുപ്പിൽ നമുക്ക് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് 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 രണ്ടെണ്ണം, അങ്ങനെ മൊത്തം അപ്പൻഡിക്കുലർ സ്കെലറ്റൻ 126. സോ ഈ ഒരു കണക്കും ഈ ഒരു ഫ്ലോ ചാർട്ടും നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക. അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണിത്. ഇതൊരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നില്ല, ഒരു എന്താ പറയുക ഇക്വേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്നാലും ഇത് ഇതിനോടൊപ്പം ചേർത്ത് പഠിച്ചോളൂ. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ചേർന്ന് കാർബോണിക് ആസിഡ് ആകുകയും പിന്നെ ആ കാർബോണിക് ആസിഡ് ബൈകാർബണേറ്റ് അയോൺ ആയിട്ട് മാറുകയും ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഏതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. പേര് മറക്കണ്ട, കാർബോണിക് ആൻഹൈഡ്രേസ് എൻസൈം. സോ കാർബോണിക് ആൻഹൈഡ്രേസ് എൻസൈം ആണ് ഇവിടെ വാട്ടറിനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ചേരാനായിട്ട് സഹായിക്കുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ കൂടി. സോ ഇത്രയുമാണ് മക്കളെ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്ലോ ചാർട്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഇത് കൂടാതെ ഇനി എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്? ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ, അതെല്ലാം നമ്മൾ മോർണിംഗ് ബൂസ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി വേണമോ, ഏതെങ്കിലും ടോപ്പിക് ഇതുപോലെ ഡിസ്കസ് ചെയ്യാൻ ആവശ്യമുണ്ട് എങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക, അതിന്റെ വീഡിയോ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ മക്കളെ, സോ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.